സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നമ്മൾ ആദ്യം നേരത്തെ ഡിസ്കഷൻസിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇസ്രായേലിന്റെ 20 ജീവനുള്ള ബന്ധികളെ തിരിച്ചു കിട്ടിയാൽ പഴയ ഇസ്രായേൽ ആവില്ല, പിന്നെ പുതിയ ഇസ്രായേൽ എന്ന് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചിരുന്നു. അത് ഇപ്പോൾ എക്സാക്ട്ലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിലെ ജനത്തിന്റെ മൂഡ്, അവരുടെ കാഴ്ചപ്പാട് ആ 20 ജീവനുള്ള ബന്ധികളെ തിരിച്ചു കിട്ടിയതോടെ അങ്ങേയറ്റം മാറിയിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇസ്രായേൽ പാർലമെന്റ് വെസ്റ്റ് ബാങ്കിന്റെ അനക്സേഷൻ സംബന്ധിച്ച ഒരു ബില്ല് പാസാക്കി എന്നുള്ളത്. ഇത്രയും കാലം 1948 ശേഷം, ഇത്രയും കാലത്തിന് ശേഷം ഇസ്രായേൽ പാർലമെന്റ് അത്തരം അതികഠിനമായ ഒരു മൂവ് നടത്തുന്നത് അവരുടെ ഒക്ടോബർ 2023 ഗാസയിൽ നിന്നും കടന്നു വന്ന ഹമാസ് ഭീകരർ അവരുടെ മേലെ കാണിച്ച അഴിഞ്ഞാട്ടത്തെക്കുറിച്ച്, അവിടെയുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു വിരോധം, വൈരാഗ്യം, പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ബഹിർസ്ഫുരണമാണ് വാസ്തവത്തിൽ നമ്മൾ അന്ന് അവിടെ കണ്ടത്. നിങ്ങളെ ഞങ്ങളിങ്ങനെ വിഴുങ്ങാൻ പോവുകയാണ് എന്നുള്ളത് അതിന്റെ ബഹിർസ്ഫുരണമാണ്. ആ ബഹിർസ്ഫുരണം കാണിക്കുവാൻ ഈ കഴിഞ്ഞ ദിവസം വരെ വൈകിയത് അവരുടെ കയ്യിൽ, ഹമാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഇസ്രായേലിന്റെ ബന്ധികളാണ്. അപ്പൊ ആ ബന്ധികളെ തിരികെ കിട്ടിയതോടുകൂടി ഇസ്രായേലിലെ പൊതുജനത്തിന്റെ മൂഡ് വല്ലാതെ മാറിയിരിക്കുകയാണ്. അപ്പൊ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ സൂക്ഷിക്കേണ്ടതുണ്ട്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഒരു രാജ്യം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. നേരെ മറിച്ച് ഇസ്രായേലിനകത്തുള്ള പൗരന്മാരെ സംബന്ധിച്ച് അവരുടെ വീടാണ്, അവരുടെ വീട് മാത്രമാണ്, അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് അവർ പരിഗണിക്കുന്നത്. ഭരണത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നെതന്യാഹു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നെതന്യാഹുവിന്റെ പാർട്ടിക്കാരോട് പറഞ്ഞത്, ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത് അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അമേരിക്കയെ തൃപ്തിപ്പെടുത്താതെ ഇസ്രായേലിന് മുന്നോട്ട് പോകാനാവില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, അല്ലെങ്കിൽ ഇസ്രായേലിലുള്ളവർക്കും അറിയാവുന്നതുപോലെ, അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇസ്രായേലിനോട് ചേർന്ന് നിന്ന, ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ച വേറെ പ്രസിഡന്റ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നാമത് വരുന്നത്. അത് കഴിഞ്ഞാണ് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ വരുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് ഒന്നാമത് വരുന്നത്. അത് കഴിഞ്ഞാണ് അമേരിക്കയുടെയും മറ്റുള്ളവരുടെയും താല്പര്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന്, ഡിപ്ലോമസി എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ശരിയായ വഴി. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ തീവ്രവാദം വളർന്നു വരികയാണ്. ഉടനെ തന്നെ ഗാസയും വെസ്റ്റ് ബാങ്കും അനക്സ് ചെയ്യണമെന്ന ഒരു താല്പര്യം ഇസ്രായേലിലെമ്പാടും ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിൽ നിന്ന് വരുന്ന ന്യൂസ് പേപ്പറുകളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസിലൊക്കെ എഴുത്തുകാരൊക്കെ എഴുതുന്ന ഉടനെ തന്നെ ഈ പറയുന്ന അനക്സേഷൻ നടത്തണം എന്ന നിലയിലുള്ള ആശയങ്ങളാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. പക്ഷെ അതിനിടയിലൂടെ അപ്പൊ ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് നെതന്യാഹു സംസാരിക്കുന്നത് നമുക്ക്. അതിന്റെ ഭാഗമായിട്ട് നെതന്യാഹു ഇന്നലെ നടത്തിയൊരു പ്രസ്താവന ഇതാണ്: ഇസ്രായേലിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇസ്രായേൽ മാത്രമാണ്. ഇസ്രായേലിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി, ഇസ്രായേലിന്റെ സുരക്ഷിതത്വം തീരുമാനിക്കുന്നതിൽ വേറെ ആരെയും ഇടപെടാൻ ഇസ്രായേൽ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലെബനോണിൽ ഇസ്രായേൽ എങ്ങനെയാണോ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്, അതുപോലെ തന്നെ ഗസയിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തും. ലെബനോണിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ബിൽഡപ്പ് ഉണ്ടാവുന്നു എന്ന് തോന്നിയാൽ ആരോടും ചോദിക്കാതെ കയറി അടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലെബനോണിലെ നയം. അപ്പൊ അത് ഒരു വർഷത്തോളമായി ലോകത്തിന്റെ മുൻപിൽ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഗാസയ്ക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇന്നലെയും ലെബനോണിൽ ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രത്തെ ആക്രമിച്ചിട്ടുണ്ട്. 5 പേര് മരിച്ചിട്ടുണ്ട്. 5 പേരിൽ 4 പേരും ഹിസ്ബുള്ള പ്രവർത്തകർ തന്നെയാണ്. അതിൽ ഒരാൾ ലെബനോൺ പൗരനുമാണ്. അപ്പൊ അത്തരം അടികൾ ലെബനോനോട് ചോദിച്ചിട്ടോ അല്ലെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് ചോദിച്ചിട്ടോ ഒന്നും അല്ല ഇസ്രായേൽ ചെയ്യുന്നത്. അവിടെ ഒരു ഹെസ്ബുള്ള ബിൽഡപ്പ് കണ്ടു. അത് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ ഇസ്രായേലിനുണ്ട്. അത് സാറ്റലൈറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ മൊസാദിന്റെ ചാരന്മാരെ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച ഒരു ബിൽഡപ്പ് കണ്ടാൽ ആ നിമിഷം അത് ആക്രമിക്കും, ആരോടും ചോദിക്കുന്ന കാര്യമില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഗസയിലും കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച 2 days ബാക്ക്, ഈ ശനിയാഴ്ച ഇതുപോലെ ഒരു വ്യക്തി ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ അയക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ പേരിൽ കറക്റ്റ് ആ വ്യക്തിയുടെ തലയിൽ കൊണ്ടുപോയിട്ട് ഡ്രോൺ കൊണ്ട് ആക്രമിച്ചു. അങ്ങനെ അവനെ കൊന്നു കളഞ്ഞു. അപ്പൊ ആ സമയത്തും ഈ പറയുന്ന പീസ് സ്ട്രീറ്റ് നിലവിലുണ്ട്. അപ്പൊ പീസ് സ്ട്രീറ്റ് നിലവിലുണ്ട് എന്നുള്ളത്
ഗസയിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണ ശ്രമം ബിൽഡ് ചെയ്താൽ അതിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടഞ്ഞു വെക്കുകയില്ല എന്ന് നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അദ്ദേഹം ഒന്നാമതായിട്ട് എയിം ചെയ്യുന്നത് ഇസ്രായേലിലെ അദ്ദേഹത്തിന്റെ ജനത്തെ തന്നെയാണ്, നമ്മളത് ചെയ്യും. രണ്ട്, അദ്ദേഹം എയിം ചെയ്യുന്നത് അറബ് സമൂഹത്തെയാണ്. നിങ്ങൾ ട്രംപിനെ ഉപയോഗിച്ച് എന്നെ അങ്ങ് പിടിച്ചു കെട്ടി എന്ന് വിചാരിക്കേണ്ട, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, ഞാനിത് ചെയ്യും. മൂന്ന്, അദ്ദേഹം പറയുന്നത് അമേരിക്കൻ ഭരണകൂടത്തോടുമാണ്. അപ്പൊ ഈ ഒരു ഒരു പ്രസ്താവനയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞത് ഗസയെയും ലബനോണെയുമാണ്. ഇപ്പം ഇവരെ ആക്രമിക്കാൻ നിൽക്കുന്ന ഹൂത്തികളുണ്ട്, കൂടാതെ സിറിയയിലാണെങ്കിലും റിബലിഷ് ബിൽഡപ്പുകളുണ്ട്, ISIS പോലത്തെ സാധനങ്ങൾ. പക്ഷെ ആ രാജ്യങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ലബനോണിനെയും ഗസയും കുറിച്ച്, രണ്ടിനും ഒരുപോലെ കിട്ടി. എന്താ കാരണം? ലബനോണിനുള്ളത് ഹിസ്ബുള്ളയാണ്, ഗസയിലുള്ളത് ഹമാസ് ആണ്. രണ്ടും ആക്ച്വലി ലബനോൺ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ഹെസ്ബുള്ള ആൻഡ് ഗസ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ഹമാസ്. അപ്പൊ ഈ ഹമാസ് എന്ന് പറയുന്ന വൈറസ് അല്ലെങ്കിൽ ഹെസ്ബുള്ള എന്ന് പറയുന്ന വൈറസ് അത് ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇസ്രായേലിന്റെ ഉന്മൂലനം എന്നുള്ളതാണ് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തത്. രണ്ടാമത്തത് മാത്രമാണ് അവർക്ക് വേറെ എന്തെങ്കിലും തരം ലക്ഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാം വളർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഓൺലി സെക്കൻഡ്. ദ ഫസ്റ്റ് വൺ ഈസ് ടു കിൽ ജ്യൂസ്, കംപ്ലീറ്റ് ജ്യൂസ്, മുഴുവൻ ജ്യൂസിനെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ദിസ് ലെബനോൺ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ഹെസ്ബുള്ള ആൻഡ് ഗാസ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ഹമാസ്. ഈ ഇൻഫെക്ഷനെ, ഈ വൈറസിനെ അത് എവിടെയെങ്കിലും തലപൊക്കിയാൽ ആ നിമിഷം ഞങ്ങൾ അടിച്ചിരിക്കും. അതിനാരോടും ഒരു പെർമിഷനും ഞങ്ങൾ ചോദിക്കുകയില്ല എന്നുള്ളതാണ് നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലൂടെ ഹോസ്റ്റേജസിന്റെ ബോഡിയുടെ സെർച്ചിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഇനിയും ലഭിക്കാനുള്ള 13 ഹോസ്റ്റേജസിന്റെ ബോഡി സെർച്ച് ചെയ്യാൻ വേണ്ടി ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും ടീമുകളെ ഗസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഹെവി മെഷീനറീസുമായിട്ടാണ് ഗസയിൽ പ്രവേശിച്ചുള്ളത്. അപ്പൊ ഇസ്രായേൽ കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ മെഷീനറികൾ കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും ഹമാസിന്റെ പ്രവർത്തകരെ അനുവദിക്കാൻ പാടില്ല. കൂടാതെ റെഡ് ക്രോസിന്റെയും ഈജിപ്തിന്റെയും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ എത്ര പേർ ഈ സ്ഥലത്ത് പ്രവേശിച്ചിട്ടുണ്ടോ അത്രയും ആളുകളെ ഏത് നിമിഷവും ലൊക്കേറ്റ് ചെയ്യാൻ ഇസ്രായേലിനെ അനുവദിക്കണം. ഇത്രയും ആളുകൾ ഇവർ കൊണ്ടുവന്ന മെഷീനറി അടക്കം കൃത്യമായിട്ട് കാര്യങ്ങളെ തിരിച്ചു പോവുകയും വേണം. ഈ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും ടീമുകളെ ഹമാസിനെ ഈ ഡെഡ് ബോഡി സെർച്ചിങ്ങിൽ സഹായിക്കാൻ, ഇസ്രായേൽക്കാരുടെ ഡെഡ് ബോഡി സെർച്ചിങ്ങിൽ സഹായിക്കാൻ വേണ്ടി അകത്ത് കടത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ സെർച്ചിങ്ങിന് ഇപ്പൊ യെല്ലോ ലൈനിലാണ് ഇസ്രായേൽ ഉള്ളത്. അപ്പൊ യെല്ലോ ലൈനിന് പുറത്തേക്ക്, അല്ല യെല്ലോ ലൈനിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. മറ്റ് യെല്ലോ ലൈനിനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ വെടിവെക്കും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നയം. ഈ ഒരു കാര്യത്തിൽ ഈ ഡെഡ് ബോഡി സെർച്ചിങ്ങിന് വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ യെല്ലോ ലൈനിനെ സമീപിക്കാം, വേണമെങ്കിൽ യെല്ലോ ലൈൻ ക്രോസ് കിടന്നകത്ത് കിടക്കാം, വിത്ത് പെർമിഷൻ ഓഫ് IDF ഓൺലി എന്ന കണ്ടീഷനിൽ ഇപ്പോൾ സെർച്ചിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ഈ അനക്സേഷൻ പ്രമേയവും അതുപോലെ ഇസ്രായേൽ ഉണ്ടായിട്ടുള്ള മൂഡ് ചേഞ്ചസും കണ്ട് ഭയന്ന ഹമാസ് അവരുടെ ബദ്ധശത്രുവായ ഫാത്ത പാർട്ടിയുമായി ഇപ്പോൾ ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈജിപ്തിൽ വെച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2005 ഫാത്ത പാർട്ടിയെ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിലൂടെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് ഹമാസ് അവിടെ ഭരണം പിടിച്ചെടുത്തത് എന്ന് നമുക്കറിയാം. അപ്പൊ അതിലെ ഫാത്ത പാർട്ടിയുടെ നിരവധി അംഗങ്ങളെ അവർ വധിക്കുകയും അതിനുശേഷം പലതവണ ഈ ഫാത്ത പാർട്ടിയും ഹമാസ് തമ്മിൽ, വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫാത്ത പാർട്ടിയാണ്. ഫാത്ത പാർട്ടി എന്നുള്ളത് യാസർ അറാഫത്ത് ഉണ്ടാക്കിയ രാഷ്ട്രീയ വിങ്ങാണ്. അവരുടെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ രാഷ്ട്രീയ വിങ്ങിനെയാണ് ഫാത്ത പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഫാത്ത പാർട്ടി വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ്. അങ്ങനെ ഗസയിൽ ഭരണത്തിലുണ്ടായിരുന്ന ഫാത്ത പാർട്ടിയെ രക്തരൂഷിതമായ ഒരു ആക്രമണത്തിലൂടെ പുറത്താക്കിയിട്ടാണ് 2005 ഹമാസ് അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് മുതലേ ഇവർ ഭീകര സംഘടനയാണ്. അവർ ഏറ്റവും കൂടുതൽ ഭീകരത കാണിച്ചിട്ടുള്ളത് പാലസ്തീൻ ജനതയോടാണ്. 10,000-കണക്കിന് പാലസ്തീനികളെ ഹമാസ് കൊന്നൊടുക്കിയിട്ടുണ്ട് ആ സമയത്ത്. അതിന് കണക്കില്ല. ഇവിടെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ മറപിടിച്ച അല്ലെങ്കിൽ ഹമാസ് പിടിച്ച് ഷീൽഡാക്കി വെച്ച ആളുകൾ മരിച്ചതിന് മാത്രമേ ഇവിടെയൊക്കെ നിലവിളി ഉയരുന്നുള്ളൂ, നമ്മുടെ കേരളത്തിലൊക്കെ നിലവിളി ഉയരുന്നുള്ളൂ. അവര് തമ്മിൽ തല്ലി ചത്തതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സങ്കടമില്ല. ഇനിയും കൊല്ലാൻ അനുവദിക്കും, അതും ആർക്കും സങ്കടമുള്ള കാര്യമല്ല. അപ്പൊ എന്തായാലും ശരി, ഹമാസിന്റെയും ഫാത്ത പാർട്ടിയുടെയും നേതാക്കന്മാർ തമ്മിൽ ഈജിപ്തിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ ഇവിടേക്കുള്ള പീസ് കീപ്പിങ്ങിനായിട്ടുള്ള സ്റ്റാറ്റസ് കോ ട്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു ട്രൂപ്പ് ഇന്റർനാഷണൽ ട്രൂപ്പ് അവിടേക്ക് വരുന്നു. ഇന്റർനാഷണൽ ഫോഴ്സ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ ഫോഴ്സിലേക്ക് ഏകദേശം 5000 പേര് വേണം എന്നാണ് കണക്ക്.
അപ്പൊ അതിലേക്കുള്ള സെലക്ഷൻ ഓഫ് ട്രൂപ്പിൽ നെതന്യാഹു ഇന്നലെയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവനയോട് ചേർത്ത് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ വിരുദ്ധമായ ഒരു ആളും ആ ട്രൂപ്പിൽ ഉണ്ടാവുകയില്ല. ഇസ്രായേലിന് അനുവാദമില്ലാത്ത അല്ലെങ്കിൽ ഇസ്രായേൽ തിരഞ്ഞെടുക്കാത്ത ഒരു രാജ്യവും അവിടേക്ക് പട്ടാളക്കാരെ അയക്കുകയില്ല എന്ന് നെതന്യാഹു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസുമായിട്ടുള്ള എഗ്രിമെന്റിലും അത് കൃത്യമായി പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ ഇടയിൽ ഏകദേശം 5000 പട്ടാളക്കാരുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ US പട്ടാളക്കാർ ആ ട്രൂപ്പിൽ ഉണ്ടായിരിക്കുകയില്ല. അവർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമേ നിൽക്കുള്ളൂ. ഒരിക്കലും ഫീൽഡിൽ അവർ ഡിപ്ലോയ് ചെയ്യപ്പെടുകയില്ല. നിശ്ചയമായും അതിന്റെ പുറകിൽ ഒരു കണ്ണുണ്ട്. കാരണം ഇസ്രായേൽ ഈ പറയുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടായേക്കാം. ആ സമയത്ത് വധിക്കപ്പെടുകയാണെങ്കിൽ അത് അമേരിക്കൻ പൗരന്മാരാവരുത് എന്ന് ട്രംപിന് അങ്ങേയറ്റം നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവരെ ആ ഫീൽഡിലേക്ക് ഇറക്കാൻ പുള്ളി ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുമായും ട്രൂപ്പിനെ അയക്കുന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ചർച്ചയിലാണ്. അപ്പൊ അതില് ഈ ടർക്കിയെ ഒഴിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വളരെ ചുരുക്കം അറബ് രാജ്യങ്ങൾക്ക് മാത്രമാണ് കൊള്ളാവുന്ന ഒരു പട്ടാളം ഉള്ളത്. ഈ പറയുന്ന വലിയ മുട്ടക്കാട്ട അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യയുടെ രാജ്യങ്ങൾക്കൊന്നും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ഒന്നുമില്ല. ഒരു മീഡിയം ഫോഴ്സ്. കാരണം ഇവരൊക്കെ അങ്ങേയറ്റം ധനികരായിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടെ ഒന്നും പട്ടാളത്തിൽ പോകാൻ ആരും തയ്യാറാവില്ല. രാജ്യസേവനം എന്നത് അവരെ സംബന്ധിച്ച് ഒരു മിഷനേ അല്ല, മതസേവനം മാത്രമാണ് അവർ ചെയ്യുന്നത്. രാജ്യസ്നേഹമല്ല, മതസ്നേഹമാണ് അവിടേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൊള്ളാവുന്ന ഒരു പട്ടാളം, ഒരു മികച്ച പട്ടാളം ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള ഒരു അറബ് രാജ്യത്തിനും ഇല്ല. കാരണം പട്ടാളത്തിൽ പോവില്ല. പട്ടാളത്തിൽ പോകുന്ന റിസ്ക് പിടിച്ച പരിപാടിയാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാൻ ആരും തയ്യാറല്ല. കാരണം രാജ്യസ്നേഹമില്ല. രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യമാണ്. അവരത് ഭരിച്ചുകൊണ്ടുന്നു, നമ്മൾ പ്രജകളിലായിട്ട് ഇവിടെ ജീവിക്കുന്നു. അതിനപ്പുറത്തേക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് അതില്ല. മതസ്നേഹമുണ്ട്, രാജ്യസ്നേഹമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ പട്ടാളക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക്. അപ്പൊ ഈ മൊറോക്കോയിലും ഇവർക്ക് ലഭിക്കാമായിരുന്ന ഏറ്റവും അധികം സാധ്യതയുള്ള സ്ഥലം തുർക്കിയാണ്. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ പട്ടാളമുള്ള രാജ്യങ്ങൾ 2 or 3 ഉള്ളൂ. അത് ഒന്ന് ഇറാനാണ്. ഇറാൻ എന്തായാലും വിളിക്കാൻ പറ്റില്ല. 2 തുർക്കിയാണ്. തുർക്കിക്ക് നല്ലൊരു പട്ടാളമുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് അത് ഇസ്രായേൽ സമ്മതിക്കില്ല. പിന്നുള്ളത് പാകിസ്ഥാനാണ്. അവിടെയും ഇസ്രായേൽ സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും പട്ടാളക്കാരെ വിളിക്കാൻ പറ്റില്ല. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല നല്ല ട്രെയിനിങ് ഉള്ള പട്ടാളക്കാരെ ലഭിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ എവിടുന്ന് ഈ 5000 പേരെ കണ്ടെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെയും പട്ടാളക്കാരെ അയക്കാൻ ഭയമുണ്ട്. കാരണം ഇസ്രായേലിന്റെ മൂക്കിന് കീഴെ തന്നെയാണ് പോയി നിൽക്കുന്നത്. അത് നല്ല പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹമാസ് ആണെങ്കിലും യാതൊരു തരത്തിലുള്ള ഡിസിപ്ലിനും ഇല്ലാത്തൊരു ഫോഴ്സ് ആണ്. അതിനെയാണ് നേരിടേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനോടും ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതിനൊരു UN റെസൊല്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ നിയമസംരക്ഷണത്തോടെ മാത്രമേ ട്രൂപ്പുകളെ അയക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു UN റെസൊല്യൂഷൻ ലഭിക്കാൻ വേണ്ടി അമേരിക്ക UNൽ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊരു UN പീസ് കീപ്പിംഗ് ഫോഴ്സായി മാറും. UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. അത് ലെബനോണിൽ അവർ അങ്ങേയറ്റം തെളിയിച്ചിട്ടുള്ളതാണ്. UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ കീഴിലാണ് ലെബനോണിൽ ഹിസ്ബുള്ള ബിൽഡ് ചെയ്തത് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അപ്പൊ ഇതൊരു UN പീസ് കീപ്പിംഗ് ഫോഴ്സായി മാറാനാണ് സാധ്യത. അമേരിക്ക വിചാരിച്ചതുപോലെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഹമാസിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന മെരിട്ടുള്ള കരുത്തുള്ള ഒരു ട്രൂപ്പായി അത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഡിസാം ചെയ്യുക എന്നുള്ള അമേരിക്കയുടെ മോഹം, താല്പര്യം നടപ്പാകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വേണം വിചാരിക്കാൻ. അതിലൂടെ നെതന്യാഹു എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാവരും ബാലൻസ് ചെയ്ത് പോകണം. വളരെ കരുത്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ മെരുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ട്രംപ് അതേമാതിരിയുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തെ മെരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ട്രംപ് പുറമെ കളിക്കുന്ന ആളല്ല, അകത്തുള്ള ആള്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിൽക്കും, നെതന്യാഹു അദ്ദേഹത്തിന്റെ നിലപാടിൽ നിൽക്കും. നെതന്യാഹു കുറെ കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കും, ട്രംപ് ഔട്ട്സ്പോക്കൺ ആയിട്ട് നിൽക്കും. പക്ഷെ രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ നിന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പൊ നെതന്യാഹുവിനെ സംബന്ധിച്ച് ആ 20 ആളുകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന പീസ് ട്രീറ്റിയിൽ ഒപ്പിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ഈ അറബ് രാജ്യങ്ങൾ ഈ പീസ് ട്രീറ്റിയിൽ ഒപ്പിടാൻ വേണ്ടി താല്പര്യം കാണിക്കാനുള്ള കാരണം അതിനകത്ത് 19ാമതായി എഴുതി ചേർത്ത ഒരു ക്ലോസ് ആണ്. ആ 19ാമതായിട്ട് എഴുതി ചേർത്ത ക്ലോസ് ഇതാണ്: ഈ പറയുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും പരിപൂർണമായും നിരായുധീകരിക്കപ്പെട്ട് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് വരികയാണെങ്കിൽ ഒരു പാലസ്തീൻ രാജ്യത്തിന്റെ ഫോർമേഷനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്നൊരു ക്ലോസ് അതിനകത്തുണ്ട്. ആ ക്ലോസ് ആണ് ഈ അറബ് രാജ്യങ്ങളെയും ഹമാസിനെയും ഒക്കെ ഈ പീസ് ട്രീറ്റിയിലേക്ക് ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ആ ഒരു സംഗതി തന്നെയാണ് ഇസ്രായേലിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയവും.
അവർ ഒരു കാരണവശാലും അവിടെ ഒരു പാലസ്തീനെ കുറിച്ച് അനുവദിക്കില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാ ആർട്ടിക്കിൾസിനെയും കോർ പാർട്ട് അതാണ്. സമറിയായാലും യൂദയായാലും സമേറിയായാലും, യൂദയ സമേറിയ ചേരുന്നതാണ് ഇസ്രായേൽ രാജ്യം. അവർക്ക് ദൈവം കൊടുത്ത രാജ്യമാണ്. ആ ദൈവം കൊടുത്ത രാജ്യത്തിനകത്ത് ഇസ്രായേലിന്റെ ഒരു ശത്രുവിനെ അവർ വാഴിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിതമായ താല്പര്യം എന്നുള്ളത്. അതിന് അവര് മോശയെയും പിന്നെ പ്രവാചകന്മാരെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആർട്ടിക്കിൾസൊക്കെ പറയുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ നോഹിന്റെ പേടകം പോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവരുടെ ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ നോഹിന്റെ പേടകത്തിനകത്ത് ഒരു ശത്രുവിന്റെ ഒരു 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 കോൺസെൻട്രേഷൻ, ശത്രുവിന്റെ ഒരു രാജ്യം ഒരു കാരണവശാലും അവർക്ക് അനുവദിക്കാനാവുകയില്ല എന്നുള്ള കണ്ടന്റിലൊക്കെയാണ് പല ലേഖനങ്ങളും എഴുതപ്പെടുന്നത്. അപ്പൊ ഇത് ഇസ്രായേലിന്റെ പൊതു താല്പര്യമാണ്, നെതന്യാഹുവിന്റെയും താല്പര്യമാണ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ ഒരു ശത്രുവിന്റെ ഒരു രാജ്യം എന്നുള്ളത് അവർക്ക് ബിയോണ്ട് ഇമാജിനേഷൻ ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഒരുപക്ഷെ 1948 ആയിരുന്നെങ്കിൽ അതങ്ങ് നടന്നുപോയേനെ. 1948 പാലസ്തീനികൾ അവർ സ്വയം വേണ്ടെന്ന് വെച്ച കാര്യം ഒക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാവാനാണ് സാധ്യത. കാരണം അവരെ കൊണ്ട് അത്തരം ഒരു നല്ല വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു നല്ല ചിന്ത അവരുടെ മനസ്സിൽ ഉദിക്കാതെ പോയത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. 1967 യുദ്ധം വരെയും, യുദ്ധത്തിന് മുൻപ് വരെയും ഒരു പാലസ്തീൻ രാജ്യത്തിന്റെ സ്ഥാപനത്തിനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. പക്ഷെ 67 യുദ്ധത്തിന് ശേഷം ആ സാധ്യതയില്ല. കാരണം ഇസ്രായേൽ അങ്ങേയറ്റം കോൺഫിഡന്റ് ആയിപ്പോയി 67 യുദ്ധത്തിൽ. അവരെ ആർക്കും തൊടാനാവില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായി. പിന്നീട് അവർ യൂദയ സമേറിയയുടെ ഉള്ളിൽ ഒരു പാലസ്തീൻ വരാതിരിക്കാനുള്ള എല്ലാ കളിയും അവർ കളിച്ചുകൊണ്ട് ഇപ്പോഴും അത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഈ പീസ് ട്രീറ്റിയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴും അവരെ സംബന്ധിച്ച് അതിന്റെ 19ാമത്തെ ക്ലോസ് ഒരു തരത്തിലും നടപ്പാക്കാൻ അവര് സമ്മതിക്കില്ല. കാരണം അവരത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഹമാസ് തന്നെ അതിന് വഴി വെച്ചു കൊടുത്തോളും. അവരോട് ആയുധം വെച്ച് കീഴടങ്ങാൻ പറഞ്ഞാൽ അവർ ഒരു കാരണവശാലും ആയുധം വെച്ച് കീഴടങ്ങില്ല. അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന പീസ് കീപ്പിംഗ് വരുന്ന ട്രൂപ്പും അവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടെ ആ കരാറ് കൊളാപ്സ് ആവും, ഇസ്രായേൽ വീണ്ടും കയറി അടിക്കും. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നല്ല നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനിടയിലൂടെ ഖലീൽ അൽ ഖയ്യയെ കൊല്ലാൻ കഴിയാത്ത വലിയ ഒരു സങ്കടം ഈ പറയുന്ന നെതന്യാഹുവിന്റെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ നെതന്യാഹു മൊസാദിനെ കൊണ്ട് ആ കാര്യം നിർവഹിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് വലിയ ഭയങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന പീസ് ട്രീറ്റ് നിലനിൽക്കുന്ന സമയത്ത് ഹമാസിന്റെ ഈ നേതാവിനെ മൊസാദ് തട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ പീസ് ട്രീറ്റ് അത് ബാധിക്കുക? കാരണം ഒരിക്കലും ഇസ്രായേൽ അത് ഏറ്റെടുക്കൊന്നുമില്ല. ഞങ്ങളെ കൊന്നേന്ന് പറയല, അത് തന്നെത്താൻ പൊട്ടി ചത്തുന്നേ പറയുള്ളൂ. പക്ഷെ അറബ് രാജ്യങ്ങളെല്ലാം അത് ഇസ്രായേലിന്റെ മേലെ ആരോപിക്കും. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനും അമേരിക്കയുടെ ഭയത്തിലുണ്ട്, അല്ലെങ്കിൽ ഭയങ്ങളിലുണ്ട് എന്നുള്ളത് ഒരു കാര്യമായി പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ കരാർ നടപ്പാക്കുക എന്നുള്ളത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അങ്ങേയറ്റം ആവശ്യമായ സംഗതിയാണ്.